നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ലയണൽ മെസ്സി എന്താ പറയാന്ന് എനിക്കറിയില്ല, അതാണ് അവസ്ഥ. അപ്പോൾ മെസ്സി ആദ്യ കളിയിൽ ഹാട്രിക്ക് നേടിയല്ലോ, അതോടുകൂടി റെക്കോർഡുകളുടെ ഒരു പെരുമഴയാണ്. അൾജീരിയയെ അർജൻറ്റീന തകർത്തത് മെസ്സിയുടെ മികവിൽ തന്നെയാണല്ലോ. അപ്പോൾ നോക്കാം നമുക്ക് അദ്ദേഹം നേടിയിട്ടുള്ള റെക്കോർഡുകൾ. 200ാമത്തെ അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര മത്സരമാണ്. അർജൻറ്റീനയ്ക്ക് വേണ്ടി 200 മത്സരങ്ങൾ കളിച്ച മറ്റൊരു താരമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 6 വേൾഡ് കപ്പുകൾ കളിക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറി. ഇനിയിപ്പോൾ ക്രിസ്ത്യാനോ ഇന്ന് കളിക്കുമ്പോൾ 6 വേൾഡ് കപ്പ് കളിക്കുന്ന അടുത്ത താരമാവും. പക്ഷേ ആദ്യ താരം, 6 വേൾഡ് കപ്പുകൾ കളിക്കുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് ലിയോ മെസ്സി സ്വന്തമാക്കി. അതോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്ന് മറ്റൊരു റെക്കോർഡ് ലയണൽ മെസ്സി ഇതാ സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതേതാ? ഹാട്രിക്ക്. വേൾഡ് കപ്പിൽ ഹാട്രിക്ക് അടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് ഇതിനു മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലായിരുന്നു. അദ്ദേഹം 2018 വേൾഡ് കപ്പിൽ സ്പെയിനിനെതിരെ ഹാട്രിക്ക് നേടുമ്പോഴുള്ള പ്രായം 33 വയസ്സും 130 ദിവസവുമായിരുന്നെങ്കിൽ ഇതാ ലയണൽ മെസ്സി 38 വയസ്സും 357 ദിവസവും പ്രായമുള്ളപ്പോൾ ഹാട്രിക് നേടിക്കൊണ്ട് അത് തൻ്റെ പേരിലേക്ക് തിരുത്തി കുറിച്ചിരിക്കുന്നു. ഇനി കഴിയുമെങ്കിൽ അതൊന്നും മറികടന്ന് കാണിക്ക്. ക്രിസ്ത്യാനോ 40 വയസ്സ് കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ, 41 വയസ്സിലാണല്ലോ. ഇന്ന് ഹാട്രിക് അടിച്ചാൽ ഇന്ന് തന്നെ ആ റെക്കോർഡ് CR7 തിരികെ കൊണ്ടുപോകാം. കഴിയുമോ? ഇറ്റ്സ് എ ചാലഞ്ച്. ഇനി അടുത്ത റെക്കോർഡ് നോക്കുക. പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നല്ലേ 2 ഗോളുകൾ അടിച്ചു കയറ്റിയത് ഈ കളിയിൽ. അതോടുകൂടി സാക്ഷാൽ റിവലിനോ, ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം സാക്ഷാൽ റിവലിനോ, അദ്ദേഹം 5 ഗോളുകളാണ് പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്ന് വേൾഡ് കപ്പിൽ അടിച്ചു കയറ്റിയിട്ട് ലോങ് റേഞ്ചുകളുടെ റെക്കോർഡ് സ്വന്തമാക്കി വെച്ചിരുന്നത്. ആദ്യതാ തിരുത്തി കുറിച്ചിരിക്കുന്നു. 6 ഗോളുകൾ പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്ന് വേൾഡ് കപ്പിൽ അടിച്ചുകൊണ്ട് മെസ്സി സ്വന്തം പേരിലേക്ക് ആ റെക്കോർഡ് തിരുത്തി കുറിച്ചിരിക്കുന്നു. പിന്നെ ഫുട്ബോൾ ലോകത്ത് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച താരമെന്ന റെക്കോർഡിലേക്ക് മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം ലിയോ മെസ്സിയും കടന്നുപോയിരിക്കുന്നു. 16 ഗോളുകളായി. ക്ലോസയ്ക്ക് 16 ഗോള്, ലയണൽ മെസ്സിക്ക് 16 ഗോള്. സാക്ഷാൽ റൊണാൾഡോ നസാരിയോ 15 ഗോളുകൾ, അദ്ദേഹത്തെ മറികടന്നിരിക്കുന്നു. അതെ, പെലെക്ക് 12 ഗോളുകളേ ഉള്ളൂ, മറികടന്നിരിക്കുന്നു. എംബാപ്പെ പിന്നാലെയുണ്ട്, 14 ഗോളുകൾ. അവിടെ ഒരു പോരാട്ടം നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ ഇനി അടുത്തത് നോക്കുക, വിജയത്തിൻ്റെ കണക്ക്. വേൾഡ് കപ്പിൽ ഏറ്റവും അധികം മത്സരങ്ങൾ വിജയിച്ചതിൻ്റെ റെക്കോർഡ് മിറോസ്ലാവ് ക്ലോസയ്ക്കായിരുന്നു, 17 എണ്ണം. ഇതാ ലയണൽ മെസ്സി 17 വിജയങ്ങളുമായിട്ട് അദ്ദേഹത്തിനൊപ്പം എത്തിയിരിക്കുന്നു. ലോങ്ങിവിറ്റി ഒന്ന് നോക്കണേ ലിയോ മെസ്സിയുടെ. അദ്ദേഹത്തിൻ്റെ ആദ്യ വേൾഡ് കപ്പ് ഗോള് പിറക്കുന്നത് ജൂൺ 16, 2006. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഗോള് പിറന്ന് ചരിത്രത്തിലേക്ക് അദ്ദേഹം ഗോളടിച്ച് കയറ്റുമ്പോൾ ജൂൺ 16, 2026. 20 വർഷങ്ങൾ ലിയോ മെസ്സി ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇനിയൊരു കണക്ക് ഞാൻ പറയാം. പലർക്കും പക്ഷേ ഇതത്ര പിടിക്കില്ല, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. 30 വയസ്സിന് ശേഷം മാത്രം ലയണൽ മെസ്സി വേൾഡ് കപ്പിൽ അടിച്ച ഗോളുകളുടെ എണ്ണം 10 ആണ്. ഇനി പറയുന്ന ഈ മഹാരഥന്മാരായ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളായി എണ്ണപ്പെടുന്നവർ വേൾഡ് കപ്പിൽ അവരുടെ കരിയറിൽ ആകെ അടിച്ച ഗോളുകൾ മെസ്സിയുടെ 30 വയസ്സിന് ശേഷമുള്ള വേൾഡ് കപ്പ് ഗോളുകളുടെ അത്രത്തോളം വരില്ല. ആരൊക്കെയാണെന്നറിയോ? ക്രിസ്ത്യാനോ റൊണാൾഡോ, തിയറി ഹെൻറി, മറഡോണ, റിവാൾഡോ, നെയ്മർ, ഹാരി കെയ്ന്, ഇവർക്കാർക്കും വേൾഡ് കപ്പ് കരിയറിൽ മെസ്സി 30 വയസ്സിന് ശേഷം അടിച്ച ഗോളുകളുടെ അത്ര പോലും ഗോളുകളില്ല. ഇനി ഞാൻ പറയുന്നില്ല, ഇത് റെക്കോർഡുകൾ പറയാൻ തുടങ്ങിയാൽ തീരില്ലടോ. മെസ്സി ഒറ്റ ദിവസം കൊണ്ട് വാരിക്കൂട്ടിയ റെക്കോർഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.